സോ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോണത് സിംഗത്തിൻ്റെ ഹിന്ദി സിംഗത്തിൻ്റെ ട്രെയിലർ റിലീസായിട്ടുണ്ട്, ഡയറക്റ്റഡ് ബൈ രോഹിത് ഷെട്ടി. അപ്പം അണ്ണൻ ഡയറക്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എന്താണെന്ന് കാണാം നമുക്ക്. അതിന് മുമ്പേ നമുക്ക് സ്റ്റാർ കാസ്റ്റ് നോക്കാം. സ്റ്റാർ കാസ്റ്റ് കൊടുക്കുന്നത് സ്റ്റാർ കാസ്റ്റാണ് കേട്ടോ. അജയ് ദേവഗൺ, കരീന കപൂർ, രൺവീർ സിംഗ്, അക്ഷയ് കുമാർ, ദീപിക പാദുക്കോൺ, ടൈഗർ ഷെറോഫ്, അർജുൻ കപൂർ, ജാക്കി ഷെറാഫ്. എങ്കിൽ പിന്നെ ഷാറുഖ് ഖാനും സൽമാൻ ഖാനും മറ്റേ അമിതാഭ് ബച്ചനെയും കൂടെ പിടിച്ചിട്ടുകൂടായിരുന്ന ഏകദേശമുള്ള ബോളിവുഡിലുള്ളവരെല്ലാവരുമായി. ഡയറക്റ്റഡ് ബൈ രോഹിത് ഷെട്ടി. ജിയോ സ്റ്റുഡിയോസ് പ്രസൻസ്. കോപ്പിറൈറ്റ് അടിച്ച് കിട്ടുന്നുണ്ടോ? സിംഗം 4 മിനിറ്റും 58 സെക്കൻഡും, അതായത് 5 മിനിറ്റുള്ള ട്രെയിലർ. എന്തോന്നടേ ഇത്? എന്നെക്കാളും ഇവർക്ക് സിനിമ റിലീസ് ചെയ്തൂടെ? അപ്പം നമുക്ക് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ സിനിമ എങ്ങനെ ഉണ്ടെന്ന് കണ്ടു നോക്കാം. സിനിമയെന്ന് എല്ലാം ഒന്ന് തന്നെ. ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കാം നമുക്ക്. നമ്മൾ ടീസർ പോലും ഇറക്കില്ല, ആദ്യം നേരെ ട്രെയിലർ ഇറക്കി. എന്തായാലും കണ്ടു നോക്കാം. എടാ, നല്ല മഴ വീണുണ്ട്. ശബ്ദത്തിന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അങ്ങോട്ട് ക്ഷമിക്കുക. വോയിസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ ക്ഷമിക്കണം. शो कैसा था तुम्हारा? It was great. कल हमारी रामलीला में राम जी 14 साल के वनवास के लिए निकलेंगे। आपको सीरियसली ऐसा लगता है कि राम जी सीता माँ को लेने ऑल द वे लंका गए थे 3000 किलोमीटर दूर? तुम्हारी जनरेशन को तो ट्रू लव का कॉन्सेप्ट ही नहीं समझ आता। तो अगर कभी आपको किसी रावण टाइप कैरेक्टर ने किडनैप कर लिया, डैड आप जाओगे मॉम को बचाने? गूगल पे बाजीराव सिंघम टाइप कर ले, पता चल जाएगा तेरा बाप चीज क्या है। जिससे नफरत करता है और जिससे प्यार करता है। അപ്പം കരീന കപൂറിനെ ആരോ കിഡ്നാപ്പ് ചെയ്ത് ഭർത്താവ് ബാജിറാവ് സിംഗ് രക്ഷിക്കാൻ പോവുകയാണ്. ഓക്കെ, അത് മനസ്സിലായി. उसके लिए कहीं भी जा सकता है। भारत की ये प्रथा रही है, सीता माँ का हरण हुआ तो लंका जली है। इतिहास खुद को दोहराने वाला है। एक वचन के लिए वो लंका जलाने वाला है। ഹെലികോപ്റ്റർ അല്ല, തീ. उससे कोई सड़क छाप गुंडा मत समझ सिंघम, वो आपका तूफान है। उस एरिया का इंचार्ज कौन है? शक्ति शेट्टी। तेरे इस दुनिया में आने की ज्यादा हीरोगिरी दिखाएगा ना, तो तेरे इस दुनिया से जाने की वजह भी एक औरत ही होगी। वर्दी पहनने वाला हर ऑफिसर मैं सिंघम नहीं, मैं लेडी सिंघम है रे। ടൈഗർ ഷെറാഫ്. बहुत मानता है ये सिंघम सर को अपनी। हमेशा से उनके साथ उनका लक्ष्मण बनकर काम करना चाहता था। पड़ोसी मुल्क में कोवर्ट ऑपरेशन की बात कर रहे हो तुम सिंघम? उनके कहने पर पहले भी 2 बार घुस चुके हैं सर। बजरंग बली का नाम लेकर 3री बार भी घुस जाते हैं। तेरी रामायण का रावण हूं मैं। अगर रवनी के लिए नहीं आया ना मैं, तो सिंघम असली मराठा नहीं।
श्रीलंका का इकलौता मंदिर है जहाँ सीता माँ पूजी जाती हैं। जहाँ जहाँ हनुमान जी ने कदम रखे वहाँ उनके पैरों के निशान बनते गए और कहा जाता है कि ये उनमें से ही एक है। ये कलयुग है, अपनी कलयुग। इस बार रावण जीतेगा। सच्चाई की जीत युग की मोहताज नहीं होती। आखी पब्लिक को मालूम है कौन कौन आने वाला है, तेरे को नहीं मालूम? സൂര്യവംശി. ഓ, ഗരുഡൻ. ഓക്കെ. മണ്ടേ എന്താണ് ഇതൊക്കെ? तेरे सामने जो खड़ा है वो महात्मा गांधी का आदर जरूर करता है, लेकिन पूछता छत्रपति शिवाजी महाराज को है। जय महाराष्ट्र। जब भी देखो हेलीकॉप्टर से लटक के आते ऐसे मैं बोलता है टिकट काटो, बैठ के आराम से आओ, इज्जत से आओ, लेकिन नहीं, लटक के ही आने का है। मन तो करता तेरे को यही ठोक दूं। ദിവാലി 1 നവംബർ അപ്പോഴും റിലീസ് ചെയ്യണ പടത്തിന് അവരിപ്പോഴേ ട്രെയിലർ ട്രെയിലർ കണ്ടിട്ട് എന്ത് തോന്നിയെന്ന് പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്തൊരടേ ഇത് റോഹിത് രാമായണോ? എനിക്കങ്ങനെയാണ് തോന്നിയത്. എന്താ രാമൻ വരണം, ഹനുമാൻ വരണം, ഗരുഡൻ വരണം, ലക്ഷ്മണൻ വരണം. എനിക്കറിഞ്ഞൂടാ. അജയ് ദേവ്ഗൺ ഉടനെ രാമനായി, കരീന കപൂർ സീതയായി, അടുത്ത് ലേഡി സിംഗം വന്നു, പിന്നെ ഹനുമാൻ വന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ലക്ഷ്മണൻ വന്നു, പിന്നെ ഗരുഡൻ, സൂര്യവംശി. ഇപ്പോൾ പൂർത്തിയായി. ഇപ്പോൾ എല്ലാവരും കൂടെ പോയി രക്ഷിച്ചുകൊണ്ട് വരും. എനിക്ക് മനസ്സിലാവണില്ല ഇവരെന്താണ് ഉദ്ദേശിക്കണേന്ന്. നിങ്ങൾ ട്രെയിലർ കണ്ടതല്ലേ? കുറച്ചധികം പൊട്ടിത്തെറി, മൾട്ടി സ്റ്റാർ കാസ്റ്റ്, പുരാണം, രാമായണം, പിന്നെ കുറച്ചധികം ബ്ലഡ് ഷെഡ്, കുറച്ചധികം ഫയർ, പിന്നെ റോട്ടിൽ കൂടെ ബോട്ടൊട്ടിക്കണത്. ഇതൊക്കെയാണ് ആ ഒരു സിനിമയിൽ മെയിനായിട്ട്. ഇവർ സിനിമ എന്തായിട്ടാണ് കാണണമെന്ന് മനസ്സിലാവണില്ല. സിനിമ കാണുന്നവർക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഒരു തോട്ട്, എന്തെങ്കിലും ഒരു ഐഡിയ, പുതിയൊരു രീതിയിലൊരു ന്യൂ ഐഡിയ, എന്തെങ്കിലും ഒരു ടേക്ക് അവേ ആയിട്ട് എന്തെങ്കിലും കൊടുക്കണുണ്ടോ? ട്രെയിലറിൽ നിന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇവരെന്തിനാണ് ഇങ്ങനൊരു സിനിമ എടുത്തതെന്നാണ് എനിക്ക് ട്രെയിലറിൽ നിന്ന് തോന്നുന്നത്. ഈ ഇത്രയും സംഭവങ്ങളിട്ട് സിനിമ വിജയിക്കാൻ ഒരു ഫോർമുലയാണോ ഇതൊക്കെ? പുരാണം കാണിച്ച് കുറച്ച് പേരെ കയറ്റാൻ വേണമെങ്കിൽ. ഇത് ഒരുമാതിരി സിനിമയോടുള്ള ഒരു അനീതി പോലെയാണ്. പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടില്ല. സത്യം പറയാല് ഒരുമാതിരി വെറുപ്പ് പോലെ തോന്നുന്നു കണ്ടിട്ട്. ഇങ്ങേർക്ക് ഇത്ര താല്പര്യമാണെങ്കിൽ ഇങ്ങേർക്ക് രാമായണം എടുത്തുകൂടെ വരുന്നത്? രാമായണം മഹാഭാരതം കിടക്കില്ലേ? അതെടുക്കിട്ട് ഇനി സിംഹത്തിൻ്റെ അകത്ത് രാമായണം കുത്തിക്കയറ്റി ഹനുമാനെ കൊണ്ടുവന്ന് ഗരുഡനെ കൊണ്ടുവന്ന് ഈ നാട്ടുകാർ പൈസ കൊടുത്ത് ഇതിരുന്ന് കണ്ട് ഇനി അപ്പോഴും ഇതിന് ചീത്ത വിളിക്കണം. സത്യം പറയാല് എനിക്കിഷ്ടപ്പെട്ടില്ല, വെറുത്ത്. നല്ലൊരു റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞിരുന്നു ഞാൻ ട്രെയിനിന്. തലപ്രാന്ത് എടുക്കണം സത്യം പറഞ്ഞാൽ. ഇത്രയും കണ്ടിട്ടാണ് തലപ്രാന്ത് എടുക്കണം. നിന്നെക്കാളും ഞാൻ രാമായണം കാണൂലേ? രാമായണം മഹാഭാരതവും കാണൂലായിരുന്നു? എന്തിനാണ് അണ്ണൻ്റെ സിംഗം എഗെയിൻ കാണുന്നത്? അതിനേക്കാളുമൊക്കെ സൂര്യാണൻ്റെ സിംഗം എന്തെങ്കിലുമൊക്കെ ഉണ്ട് അതിൽ.
എന്തായാലും ചമ്പം സൂപ്പർ. നല്ല സരസ്വതി വിളയാടുന്നു വായിൽ. അപ്പോൾ ബൈ ഗൈസ്, ഞാൻ ഇനിയിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറഞ്ഞുകൊണ്ടിരിക്കും ഇതിനെക്കുറിച്ച്, എനിക്ക് തലപ്പരാൻ തെടുക്കണം. ശരി ബൈ, തരാം. സബ്സ്ക്രൈബ് ചെയ്യടേ, എന്തോന്നടേ നീയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യ്.